के अन्नामलाई जी, തമിഴ്നാട്ടിൽ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഒറ്റയ്ക്ക് 10% മുതൽ 15% വരെ വോട്ട് നേടിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ് BJP. DMK, AIADMK കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ശക്തിയായിട്ട് BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാറിയതാണ്. കോൺഗ്രസിനെ 4ാമത് തള്ളിയതുമാണ്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അവിടെ കിട്ടിയത് വെറും 3% വോട്ട് മാത്രമാണ്. അതായത് ഒരു സീറ്റും ജയിച്ചിട്ടുണ്ട്. വലിയ നഷ്ടമാണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നും. എല്ലാവരും പറയുന്നു അണ്ണാമലയെ മാറ്റി നിർത്തിയത് അബദ്ധമായി പോയി. അണ്ണാമലയെ പറഞ്ഞതുപോലെ അണ്ണാമലയെ വിശ്വസിച്ച് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒരു 8-10 സീറ്റൊക്കെ ഇത്തവണ വിജയിക്കാൻ കഴിയുമായിരുന്നുവെന്ന്. എന്നാൽ BJPയുടെയും അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും പ്ലാൻ മറ്റൊന്നാണെങ്കിലോ? ആ പ്ലാനിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ആ സാധ്യതകളെ കുറിച്ചാണ്. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ്, ഉത്തർപ്രദേശിലെ വളരെ പവർഫുൾ ആയിട്ടുള്ള ലീഡർ. ഉത്തർപ്രദേശിൽ BJPക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ നരേന്ദ്രമോദിയുടെ ആവശ്യമുണ്ടെന്ന് പോലും തോന്നുന്നില്ല. അതുപോലെ തന്നെയാണ് ആസാം. ഹിമന്ത ബിശ്വ ശർമ്മ ധാരാളമാണ് അവിടെ തെരഞ്ഞെടുപ്പുകൾ ജയിക്കാനായിട്ട്. അത്രയേറെ പവർഫുൾ ആയിട്ടുള്ള ലീഡറാണ്. അങ്ങനെ ഓരോ BJPയുടെ സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിയാലും പ്രാദേശികമായിട്ട് അവർ ഓരോ നേതാക്കളെ വളർത്തിക്കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നതായി കാണാം. എന്തിനേറെ പറയുന്നു, കേരളത്തിൽ പോലും പുതിയ സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖർ വളരെ വിദ്യാസമ്പന്നനായിട്ടുള്ള വിഷണറി ആയിട്ടുള്ള ഒരു ലീഡറായിട്ട് തന്നെയാണ് BJPയുടെ നേതൃത്വത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ പുതിയ ലീഡേഴ്സിനെ കൊണ്ടുവന്ന് ഓരോ സംസ്ഥാനത്തും പവർഫുൾ ആയിട്ടുള്ള ഒരു ഫിഗർ അല്ലെങ്കിൽ ഒരു ഫേസിനെ കൊണ്ടുവരിക എന്നുള്ളത് BJPയുടെ തന്ത്രമാണ്. അല്ലാതെ എന്റെ തല എന്റെ ഫിഗർ മാത്രം മതി എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ല BJP എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രധാനമന്ത്രി എന്ന് പറയുന്നത് രാജ്യത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ ആരാധിക്കപ്പെടുന്ന ഒരു പ്രധാനമന്ത്രിയായിട്ട് മാറണം എന്നുള്ളതാണ് BJPയുടെ ഒരു സ്വപ്നമെന്ന് തോന്നുന്നു. നരേന്ദ്രമോദി ആ നിലയ്ക്ക് ഇന്ന് ലോകം ആരാധിക്കപ്പെടുന്ന ഒരു നേതാവാണ്. എന്നാൽ ഇന്ത്യയുടെ ഓരോ സംസ്ഥാനങ്ങളും എല്ലായിടത്തും മോദി വന്നാൽ മാത്രമേ ജയിക്കാൻ പറ്റൂ എന്ന സ്ഥിതി മാറേണ്ടത് BJPയുടെ നിലനിൽപ്പിന്റെ ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് UPക്ക് വേണ്ടി യോഗിയും അസമിന് വേണ്ടി ഹിമന്ത ബിശ്വ ശർമ്മയും മഹാരാഷ്ട്രയ്ക്ക് വേണ്ടിയിട്ട് ദേവേന്ദ്ര ഫഡ്നാവിസിനെയും ഒക്കെ അവർ തിരഞ്ഞെടുക്കുന്നത്. ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ പുതിയ ലീഡേഴ്സിനെ അവർ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി തമിഴ്നാട്ടിന്റെ കാര്യത്തിലേക്ക് വന്നാൽ അണ്ണാമലൈ എന്ന് പറയുന്നത് ഒരു ദേശീയ നേതാവിന്റെ പ്രതിച്ഛായുള്ള, ഒരുപക്ഷെ നാളെ ഒരു കാലത്ത് നരേന്ദ്രമോദിയെ പോലെ വളരെ പ്രഗത്ഭനായ ഒരു ഭരണാധികാരിയായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെയായി മാറാനുള്ള കഴിവുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. വളരെ മികച്ച ലീഡർഷിപ്പ് ക്വാളിറ്റിയും വിഷനുമുള്ള ഒരു ഇന്റലിജന്റ് പേഴ്സൺ ആണ്. മുൻ IPS ഉദ്യോഗസ്ഥനായിരുന്ന അണ്ണാമലൈ ജനങ്ങളെ സേവിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. വ്യക്തിപരമായ നേട്ടങ്ങളിൽ അല്ലെങ്കിൽ വ്യക്തിപരമായ സ്വാർത്ഥ താല്പര്യങ്ങളിൽ അദ്ദേഹത്തിന് യാതൊരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല. രാജ്യത്തിന്റെ വളർച്ച, നാടിന്റെ വളർച്ച എന്നതിലായിരുന്നു പുള്ളിയുടെ ശ്രദ്ധ. അതുകൊണ്ട് തന്നെ അണ്ണാമലൈ തയ്യാറായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലും BJPയെ നയിക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് പതിയെ പതിയെ പാർട്ടിയെ ഉയർത്തിക്കൊണ്ടുവരാമെന്നുള്ളതായിരുന്നു. ആദ്യം ഒരു 10-12% വോട്ട് കിട്ടിക്കഴിഞ്ഞു. അത് പതിയെ ഒരു 15% മുകളിലേക്ക് കൊണ്ടുവരിക. അത് ആ സമയം കൊണ്ടൊരു 5-10 സീറ്റ് നേടുക. അങ്ങനെ ഒറ്റയ്ക്ക് AIADMKയോടും DMKയോടും ഫൈറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതായിരുന്നു ഇവിടെ അണ്ണാമലൈയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. പക്ഷെ ആ ലക്ഷ്യം അണ്ണാമലൈ മുന്നോട്ട് വയ്ക്കുന്നത് നിസ്വാർത്ഥമായ ജനസേവനത്തിലൂടെ പടിപ്പടിയായി ഉയർന്നു വരാമെന്നാണെങ്കിലും രാഷ്ട്രീയത്തിൽ അതിനുമപ്പുറം ചില കളികളുണ്ട്. ഞാൻ ഇന്നലെ തമിഴ്നാട്ടിലെ ഈ വിജയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ, അണ്ണാമലയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളൊക്കെ ശ്രദ്ധയോടെ കാണുകയായിരുന്നു. പലതിന്റെയും കമന്റുകൾ വായിച്ചു നോക്കായിരുന്നു. പൊതുവേ ഉള്ളൊരു വികാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വലിയ വിഭാഗം പേര് വിശ്വസിക്കുന്നുണ്ട് ഇന്ന് തമിഴ്നാട്ടിലുണ്ടായ രാഷ്ട്രീയ മാറ്റത്തിന് അടിത്തറ പാകിയത്, അതിന് കാരണക്കാരനായത് അണ്ണാമലയാണെന്നും അണ്ണാമലയെ ഇപ്പോൾ മാറ്റി നിർത്തിയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് വിജയ് കൈവരിച്ച രാഷ്ട്രീയ നേട്ടം അണ്ണാമലയുടെ നേതൃത്വത്തിൽ BJP കൈവരിക്കുകയും ചെയ്യുമെന്നാണ് പലരും വിശ്വസിക്കുന്നത്. മാത്രമല്ല വിജയുടെ ഈ നേട്ടത്തിൽ അണ്ണാമലയുടെ പങ്ക് വളരെയധികം ഇന്ന് ചർച്ചയാവുകയാണ്. ഈ DMK അല്ലെങ്കിൽ ദ്രാവിഡ പാർട്ടികളുടെ അഴിമതിക്കെതിരെയും കുടുംബ ആധിപത്യത്തിനെതിരെയും ശക്തമായി പ്രചാരണം നടത്തിയ ആള് അണ്ണാമലയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ വിജയ്ക്ക് കാര്യങ്ങൾ എളുപ്പമായിരുന്നു എന്ന് പറയുന്നത് വിജയ്ക്ക് വോട്ട് ചെയ്ത തമിഴന്മാർ കൂടിയാണ് എന്നത് നമ്മൾ കാണേണ്ടതുണ്ട്. അണ്ണാമലയെ പാർട്ടി ഒതുക്കിയതാണെന്ന് പറഞ്ഞ് അമർഷം കാണിക്കുന്ന BJPക്കാർ പോലും ഉണ്ട് തമിഴ്നാട്ടിലും, എന്തിന് കേരളത്തിലും പോലും. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിനെ കുറിച്ച് നമ്മൾക്ക് ഒന്ന് പരിശോധിക്കാം. എല്ലാവരുടെയും പ്രശ്നം അണ്ണാമലൈ ഇത്ര കരുത്തനായ നേതാവായിരുന്നിട്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക പോലും ചെയ്തില്ലല്ലോ, അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ പോലും BJP തയ്യാറായില്ലല്ലോ എന്നാണ്. അതായത് വിജയുടെ ഒരു കൊടുങ്കാറ്റ് മനസ്സിലാക്കാൻ അമിത്ഷായ്ക്കും മോദിക്കും ഒക്കെ വളരെ നന്നായിട്ട് കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വിജയുടെ രാഷ്ട്രീയ പ്രവേശനം എന്ന് പറയുന്നത് ഒരു വലിയ പ്ലാൻ തന്നെയായിരുന്നു. അത് സ്വാഭാവികമായിട്ട് സിനിമാ താരങ്ങൾക്ക് തമിഴ്നാട്ടിലുള്ള ഒരു ഇമേജ് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ വിജയുമായിട്ടാണ് അണ്ണാമലൈ ഏറ്റുമുട്ടുന്നത് എങ്കിൽ
ഒരു പക്ഷേ അണ്ണാമലയുടെ നേതൃത്വത്തിൽ ഒരു പരാജയം നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ അണ്ണാമലയുടെ രാഷ്ട്രീയ ഭാവിയും ഇമേജും അതോടെ ഇല്ലാതാകും എന്ന് അമിത്ഷായും മോദിയും കണക്കാക്കിയിട്ടുണ്ട്. 2026 തെരഞ്ഞെടുപ്പിൽ BJP AIADMK സഖ്യത്തിന് വലിയ മുന്നേറ്റം നടത്താൻ സാധിച്ചില്ല എങ്കിലും അണ്ണാമലൈ നേരിട്ട് മത്സരിക്കാത്തതിനാൽ ഈ തോൽവി അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പ്രതിച്ഛായയെ ബാധിക്കില്ല. അണ്ണാമലയെ മത്സരിച്ചെങ്ങാനും തോറ്റുപോവുകയാണെന്നുണ്ടെങ്കിൽ അത് അണ്ണാമലയുടെ പ്രതിച്ഛായയെ ബാധിക്കും. അണ്ണാമലയെ പോലത്തെ ഒരു കരുത്തനായ നേതാവിനെ നിർത്തി തോൽപ്പിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ തകർക്കാൻ BJP തയ്യാറല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം വിജയ് എന്ന് പറയുന്നത് ഒരു സിനിമാ താരമാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഫാൻസ് അസോസിയേഷൻ വഴിയാണ്. ദീർഘകാലം അതിനുവേണ്ടി അവർ തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. അവർക്ക് അടിത്തറയിൽ വലിയ സ്വാധീനമുണ്ട്. അപ്പൊ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുമെങ്കിലും വിജയിയെ ഒന്ന് പരീക്ഷിക്കാൻ എന്തായാലും ചിലപ്പോൾ തീരുമാനിക്കും. അങ്ങനെ വിജയിയെ പരീക്ഷിക്കാൻ അവർ തീരുമാനിക്കുകയാണെങ്കിൽ അണ്ണാമലൈ ചിലപ്പോൾ ആ വിജയ് കൊടുങ്കാറ്റിൽ ചിലപ്പോൾ കടപുഴകി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ വിജയിയെ പരീക്ഷിച്ചിട്ടും ജനങ്ങൾക്ക് വേണ്ടത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ വന്നാൽ പിന്നെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയ്ക്കും മുകളിൽ സിനിമാ താരങ്ങളൊന്നുമില്ല. കമൽ ഹാസൻ വന്നു, അതുപോലെ തന്നെ പ്രകാശ് രാജ് വന്നു, പലരും പരീക്ഷിച്ചു നോക്കിയതാണ്. വിജയ്ക്കപ്പുറം അത്രത്തോളം സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സിനിമാ താരം ഈ ജനറേഷനിൽ എന്തായാലും തമിഴ്നാട്ടിലില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഉള്ളത് അണ്ണാമലയ്ക്ക് അസാധ്യമായ സാധ്യതകളാണ് എന്നുള്ളതാണ് വസ്തുത. ഇപ്പൊ വിജയുടെ വരവ് തൽക്കാലം BJPക്ക് ഗുണകരമാണ് എന്ന് നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞു. പതിറ്റാണ്ടുകളായിട്ട് DMK അല്ലെങ്കിൽ AIADMK എന്ന 2 പാർട്ടികൾ മാത്രം ഭരിച്ചിരുന്ന തമിഴ്നാട്ടിൽ വിജയ് ആ മതിൽ തകർത്തിരിക്കുകയാണ്. ഈ തമിഴ്നാട്ടിലെ ആളുകൾക്ക് മാറ്റിക്കുത്താൻ ഒരു മടിയാണ്. ഒന്നുകിൽ AIADMK അല്ലെങ്കിൽ DMK, അത് അവർ ശീലിച്ചു പോയി. എന്നാൽ ഇപ്പോൾ വിജയുടെ പാർട്ടിക്ക് ഒരു അവസരം കിട്ടിയതിലൂടെ ശരിക്കും വേറൊരു പുതിയ പാർട്ടി അല്ലെങ്കിൽ പുതിയ നേതാവിന് വോട്ട് ചെയ്യാൻ ഒരു മനസ്സ് വന്നിരിക്കുകയാണ് തമിഴന്മാർക്ക്. ഇവിടെ സ്റ്റാലിന്റെ പരാജയം പ്രത്യേകം ശ്രദ്ധിക്കണം. സ്റ്റാലിൻ തോറ്റതുകൊണ്ട് ആകെ അദ്ദേഹത്തിന്റെ ഇമേജ് തകർന്നിരിക്കുകയാണ്. രാഷ്ട്രീയത്തിൽ അപ്രസക്തനായിരിക്കുകയാണ് അദ്ദേഹം. മാത്രമല്ല AIADMKയ്ക്കാകട്ടെ കൊള്ളാവുന്ന നേതാക്കൾ ഒന്നും തന്നെ അങ്ങനെ പറയാനും മാത്രം ഇല്ല. അപ്പോൾ അണ്ണാമലയുടെ സാധ്യതകൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ വർദ്ധിക്കുകയാണ്. അണ്ണാമലൈ തന്റെ പദയാത്രയിലൂടെ നേടിയെടുത്ത യുവാക്കളുടെ പിന്തുണ നിലവിൽ വിജയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട് എന്നത് സ്പഷ്ടമാണ്. എന്നാൽ വിജയുടെ രാഷ്ട്രീയ പരീക്ഷണങ്ങൾ പരാജയപ്പെട്ടാൽ ഈ വോട്ടുകൾ സ്വാഭാവികമായും അടുത്ത ഓപ്ഷനായ BJPയിലേക്ക് തന്നെ എത്തുമെന്ന് അവർ പ്രതീക്ഷിക്കുകയാണ്. വിജയിൽ അവർ കണ്ട ഒരു രക്ഷകൻ, സിനിമകൾ കണ്ടും മറ്റുമൊക്കെ ആകൃഷ്ടരായിട്ട് യുവാക്കൾ കണ്ട ആ രക്ഷകന്റെ റോള് വിജയ്ക്ക് വേണ്ട വിധത്തിൽ അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ജനങ്ങളുടെ അടുത്ത ഓപ്ഷൻ സ്വാഭാവികമായി അണ്ണാമലയായിട്ട് മാറും. നമുക്ക് അണ്ണാമലയ്ക്ക് ഒരു അവസരം കൊടുക്കാം. നമ്മൾ അദ്ദേഹത്തോട് ചെയ്തത് തെറ്റാണ്. ഇപ്പൊ ഇന്നലെ തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ഈവൻ മലയാളത്തിൽ പോലും ഭയങ്കര സങ്കടമാണ് പലരും പറയുന്നത്. അണ്ണാമലയെ ഒതുക്കിക്കളഞ്ഞു, വലിയ നഷ്ടമായി പോയി. മറിച്ച് അണ്ണാമലയെ മത്സരിച്ചു, ഒരു 5-6 സീറ്റ് കിട്ടിയെന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്നീ കാണുന്ന ഒരു സഹതാപ തരംഗമോ കൂടുതൽ പ്രതീക്ഷയോ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകാൻ പോകുന്നില്ല. 1. 2, അണ്ണാമലയെ തോറ്റു പോവാണെങ്കിലോ DMKയും AIADMKയും ഒക്കെ ചേർന്നുകൊണ്ട് അണ്ണാമലയെ തോൽപ്പിച്ചാലോ? ഇനി BJPയോടുള്ള വിരോധം കാരണം DMKയും AIADMKയും ഒന്നിച്ചാലോ? ആ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ വന്നാലും BJPക്ക് ദോഷമാണ്. മറിച്ച് ഇപ്പോ NDAയുടെ ഭാഗമാണ് AIADMK. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ നാളെ DMK AIADMKയുമായിട്ട് യോജിച്ചാൽ പോലും അവിടെ BJPയുടെ സാന്നിധ്യമുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. NDAയുടെ ഭാഗമായിട്ട് വരും. നിരവധി MP-മാരുള്ള ഒരു പാർട്ടി, DMK ഒരുപാട് MP-മാരുള്ള ഒരു പാർട്ടിയാണ്. അവര് NDAയുമായിട്ട് ചേർന്ന് നിന്ന് ഒരു സർക്കാർ ഉണ്ടാക്കുകയോ സഹകരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ദേശീയ തലത്തിൽ ലോകസഭയിലെ BJPക്ക് അത് വളരെ ഗുണവുമാണ്. അപ്പൊ തൽക്കാലം BJP ചെയ്തിരിക്കുന്നത് അണ്ണാമലയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട്, അണ്ണാമലയുടെ ഇമേജിനെ സംരക്ഷിച്ചുകൊണ്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ പരമാവധി മുതലെടുക്കാനുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അണ്ണാമലയുടെ ഒരു വീഡിയോ അദ്ദേഹം തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ശ്രീലങ്കൻ പ്രസിഡന്റിന്റെ കൂടെ നിൽക്കുന്ന ഒരു വീഡിയോ ആണ്, കൊളംബോയിലോ മറ്റോ. അപ്പൊ അണ്ണാമലയ്ക്ക് മറ്റു പല ദൗത്യങ്ങളും ഇപ്പോൾ ഉണ്ട് ദേശീയ തലത്തിൽ. സോ അണ്ണാമലയെ ഒരു മാസ്റ്റർ കാർഡായിട്ട് BJP കരുതി വച്ചിരിക്കുകയാണ്. ഉചിതമായ സമയത്ത്, അതായത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു സാഹചര്യം ഉണ്ടാവും, അതായത് ഒരു പുതിയ നേതാവിന് വേണ്ടിയുള്ള ഒരു മുറവിളി വരും, അല്ലെങ്കിൽ അണ്ണാമലയുടെ തിരിച്ചുവരവിന് വേണ്ടിയുള്ള ഒരു മുറവിളി ഉണ്ടാവും. ആ സമയത്ത് കൃത്യമായും അവിടെ അണ്ണാമല എത്തും. അന്നൊരു കലക്ക് കലക്കിക്കൊണ്ട് അണ്ണാമലയെ രാഷ്ട്രീയത്തിൽ ഒരു വലിയ താരമായിട്ട് BJP അവിടെ തമിഴ്നാട്ടിൽ ഉയർത്തിക്കൊണ്ടുവരും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എനിക്ക് മനസ്സിലാവുന്നത്. അണ്ണാമലയുടെ പവറൊക്കെ നന്നായിട്ട് അമിത്ഷായ്ക്ക് അറിയാം. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ അണ്ണാമലയുടെ പേര് ഒരിക്കൽ അമിത്ഷാ പറഞ്ഞപ്പോൾ ഉണ്ടായ ജനങ്ങളുടെ ആ ഒരു ആവേശം കണ്ട് അമിത്ഷാ പോലും അമ്പരന്ന് ചിരിക്കുന്ന ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചിരുന്നു. അപ്പം അണ്ണാമലയെ വളരെ
പവർഫുൾ ആയിട്ടുള്ള ഒരു ലീഡറാണ്, വളരെയധികം പ്രതീക്ഷയുള്ളൊരു ലീഡറാണ് ദേശീയ രാഷ്ട്രീയത്തിലും തമിഴ് രാഷ്ട്രീയത്തിലും. AADMKയുടെ കൂടെ നിന്ന് BJP പരമാവധി ആ പാർട്ടിയുടെ വോട്ടുകൾ BJPയിലേക്ക് കൊണ്ടുവരാൻ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. കാരണം AADMKയുടെ ഒപ്പം നിന്നുകൊണ്ട് മത്സരിക്കുമ്പോൾ BJPയോടുള്ള ഒരു വിമുഖത, സ്വാഭാവികമായിട്ടും BJPയോടുള്ള ഒരു അകൽച്ച തമിഴന്മാർക്ക് കുറെ മാറിക്കിട്ടും. അപ്പൊ AADMKയുടെ പ്രവർത്തകർക്ക് സ്വാഭാവികമായി BJPയുടെ ഒരു താല്പര്യം തോന്നും. അപ്പൊ അണ്ണാമലയെ പോലത്തെ ഒരു പക്ക തമിഴ് ലീഡറിനെ കൂടെ അങ്ങോട്ട് മുമ്പോട്ട് വെച്ചു കൊടുത്താൽ അവർ ഉറപ്പായിട്ടും BJPയുടെ കൂടെ നിൽക്കുമെന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല AADMKയുടെ അഹങ്കാരം ഇല്ലാതാക്കേണ്ടതും ആവശ്യമായിരുന്നു. AADMKയുടെ ഡിമാൻഡുകൾ BJP ഒരു തവണത്തേക്ക് ഒരു പക്ഷേ അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ടാകണം. എന്നാൽ ഇനി ഒരിക്കലും ഇതുപോലൊരു ഡിമാൻഡ് വയ്ക്കാൻ AADMKയ്ക്ക് കഴിയില്ല. ഒറ്റയ്ക്ക് ഇനി അവരെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. വിജയ് വന്ന് ഭൂരിപക്ഷം പിടിച്ചതോടെ സ്വാഭാവികമായിട്ടും AADMKയ്ക്ക് മനസ്സിലായി കഴിഞ്ഞു ഇനി ഒരിക്കലും ഒറ്റയ്ക്ക് ഈ രാഷ്ട്രീയത്തിലേക്ക് ഒരു തിരിച്ചുവരവ് സാധ്യമല്ല എന്ന്. ചുരുക്കി പറഞ്ഞാൽ നിലവിലെ തമിഴ് രാഷ്ട്രീയം പൂർണ്ണമായിട്ട് BJP ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിലേക്ക് വന്നിട്ടില്ല. അപ്പൊ അണ്ണാമലയെ ഉചിതമായ സമയത്ത് ഇറക്കുക എന്നതായിരിക്കണം അമിത്ഷായുടെയും മോദിയുടെയും തന്ത്രം. കാരണം അല്ലാത്ത പക്ഷം അണ്ണാമലയെ എല്ലാവരും ചേർന്ന് ടാർഗറ്റ് ചെയ്ത് തോൽപ്പിച്ചു കളയും. AADMK പോലും അക്കാര്യത്തിൽ നിൽക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അണ്ണാമലയെ ടാർഗറ്റ് ചെയ്ത് തോൽപ്പിച്ചതാണ്. അപ്പോൾ വീണ്ടും അണ്ണാമലയെ തോൽക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഇമേജിനെ തീർച്ചയായും ബാധിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ അങ്ങനെ അവിടെ നിർത്തിയ ഒരു പരിഹാസ കഥാപാത്രമാക്കാതെ അദ്ദേഹത്തിന് കൂടുതൽ സമയം കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് കൂടുതൽ ഇടപെടാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നു. ഉചിതമായ സമയത്ത് തമിഴ് രാഷ്ട്രീയത്തെ ഇളക്കി മറിക്കാനായിട്ട് അണ്ണാമലൈ എത്തുമെന്നതിൽ ഒരു തർക്കവും വേണ്ട. ഇതൊരു ലോങ് ടേം വിഷനാണ്. ബംഗാളിൽ ഏതാണ്ട് 10-20 വർഷത്തെ പരിശ്രമം കൊണ്ടാണ് BJP അധികാരത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ നോക്കുമ്പോൾ തമിഴ് രാഷ്ട്രീയത്തിൽ ഒരു 2031-ലോ 36-ലോ അണ്ണാമലയെ കൊണ്ട് ചരിത്രം സൃഷ്ടിക്കാനായിരിക്കും BJPയുടെ പദ്ധതി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.